ചരമവാർഷികത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നു. സ്വാഗത പ്രസംഗത്തിൽ ഡോക്ടർ തമ്പാൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ ആദ്യമായി നെഹ്റു സെന്ററിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നത് 19 വയസ്സുള്ളപ്പോഴാണ്. അന്ന് എറണാകുളത്ത് നിന്ന് തേവര സൈക്കിൾ കോളേജിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവർ സംഘടിപ്പിച്ച ആദ്യത്തെ ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർ കോളേജിയേറ്റ് ഡിബേറ്റിംഗ് മത്സരത്തിൽ പങ്കെടുക്കാൻ ഞാൻ കോളേജിന് പ്രതിനിധാനം ചെയ്തു വന്നു. അന്ന് ആ ട്രോഫി കണ്ടപ്പോൾ തന്നെ ഞാനും എൻ്റെ ടീം മെമ്പറും തീരുമാനിച്ചു ഇതുമായിട്ട് ഞങ്ങൾ പോകുള്ളത്. കാരണം ആ ട്രോഫി പ്രശസ്ത സംവിധായകനും ശില്പിയുമായ അഞ്ചൽ രാജീവ് രൂപകൽപ്പന ചെയ്ത ഞാൻ ഇതുവരെ മേടിച്ചിട്ടുള്ള എല്ലാ ട്രോഫികളിലും മനോഹരമായ ഒരു ട്രോഫിയാണ്. ഡോക്ടർ എം കെ ജോസഫ് സാർ പ്രത്യേകമായി ഭയങ്കര വെയിറ്റുമാണ്, കൊണ്ടുപോകാനും ഭയങ്കര പാട്. ആ വെങ്കലമാണ് അഞ്ചൽ രാജീവിനെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിച്ച മനോഹരമായ ട്രോഫിയാണ്. കേരളത്തിൽ അങ്ങനെ ഒരു ട്രോഫി ഇല്ല പാട്. അതിപ്പോഴും ഉണ്ട് ആ ട്രോഫി ഇപ്പോഴും. ഞാൻ കഴിഞ്ഞ വർഷം ആ ട്രോഫി വിമൻസ് കോളേജ് സമ്മാനിച്ചത് ഞാനാണ്. അങ്ങനെ ഒരു ഭാഗ്യം കൂടി എനിക്കുണ്ട്. ഞങ്ങൾ ആ ട്രോഫിയുമായിട്ടാണ് തിരിച്ചു പോയത്. അതാണ് നെഹ്റു സെന്ററുമായിട്ടുള്ള എൻ്റെ ആദ്യത്തെ ബന്ധം. 19 വയസ്സ് ഞാൻ ഈ നെഹ്റു സെന്ററിന്റെ MMSനെയും സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്രയും വർഷമായി മുടങ്ങാതെ പരിപാടികൾ. നെഹ്റു എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു ആശയമാണ്. കാലാധിപത്യമായ ഒരാശയമാണ്. ആരാണ് പണ്ഡിറ്റ് നെഹ്റു എന്നുള്ള അന്വേഷണം നമ്മളെ എവിടെയെല്ലാം എത്തിക്കും. രാഷ്ട്രീയ നേതാവായിരുന്നു, സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു, ചരിത്രകാരനായിരുന്നു, സയന്റിഫിക് ടെമ്പറിനെ കുറിച്ച് നമ്മുടെ രാജ്യത്തോട് ആദ്യമായി സംസാരിച്ച ആളായിരുന്നു, അന്വേഷകനായിരുന്നു, ചിന്തകനായിരുന്നു, പ്രധാനമന്ത്രിയായിരുന്നു, തടവറകളിൽ നിരവധി വർഷങ്ങൾ കിടന്നിട്ടുള്ള രാഷ്ട്രീയ തടവുകാരനായിരുന്നു. ഈ ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭരായ എഴുത്തുകാരന്മാരിൽ ഒരാളായി. ഒരുപക്ഷെ രാഷ്ട്രീയ നേതാവായിരുന്നില്ല, പ്രധാനമന്ത്രി ആയിരുന്നില്ല എങ്കിൽ നോബൽ സമ്മാനിതനായ എഴുത്തുകാരനായി മാറുമായിരുന്നു. ആശയമാണ്. ലോകത്തിന്റെ മുഴുവൻ സംസ്കാരങ്ങളെയും, ലോകത്തിന്റെ മുഴുവൻ ഐഡിയോളജിയെ, ലോകത്ത് അതുവരെ നിലനിന്നിരുന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും സ്വന്തം കൈവെള്ളയിൽ ഒതുക്കിയ ഒരാളാണ്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വായിച്ചാൽ അറിയാം. അത് ഞാൻ പലപ്പോഴും പറയും, അതൊരു ഗദ്യമല്ല, അതൊരു കവിതയാണ്. ഒരു കവിത പോലെ ചരിത്രം കവിതയാണ് എന്ന് ഞങ്ങളെല്ലാം ചെറുപ്പത്തിൽ ബോധ്യപ്പെടുത്തിയ ഒരാളാണ് പണ്ഡിറ്റ് നെഹ്റു.